JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് ക്ലർക്കിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ബാങ്ക് ക്ലർക്ക് തസ്തികയിലേക്കുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാം. പോസ്റ്റ് ക്ലർക്ക് കാഷ്യർ പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെന്റ് കേരള ബാങ്ക്. ഡേറ്റ് ഓഫ് എക്സാം 25/6/2025 ആണ്. ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 207 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 30/7/2025 ആണ്. അപ്പോൾ OC 151, E 162, SC 681, ST SL3 M 401, LCAI 317, OBC 152, V 140 വിത്തിൻ OC, SIUC N 210, SCC 211, D 261, HN 607, DALV SL3, DAHI SL2, DALDCP SL3, DAMDMI SL2, EWS 168. ഇങ്ങനെയാണ് റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ്. ഓരോന്നും കൃത്യമായിട്ട് തന്നെ ഓരോ കാറ്റഗറി തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ്, അതായത് ക്ലർക്ക് കാഷ്യർ പാർട്ട് 1 ജനറൽ കാറ്റഗറിയിൽ 207 ആണ്. സൈറ്റിൽ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള വേക്കൻസികൾ 207 ആയിരുന്നു. അതിനെല്ലാം തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 30/7/2025 ആണ്. അടുത്തത് സൊസൈറ്റി കാറ്റഗറി ആണ്. സൊസൈറ്റി കാറ്റഗറി ക്ലർക്ക് കാഷ്യർ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള ബാങ്ക്. ഡേറ്റ് ഓഫ് എക്സാം 25/6/2025. ടോട്ടൽ അഡ്വൈസ് അവിടെ 202 ആണ് ടോട്ടൽ അഡ്വൈസ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് അവിടെയും 30/7/2025 ആണ്. OC 129, E 135, SC 456, ST SL1 M 687, LC/AI 858, OBC 131, V 210, SIUC N 764, SCC 509, D 340, HN 740, DAHI SL2, DALDCP SL4, EWS SL3. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് 202 ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 30/7/2025 ആണ്. അവിടെയും ഈ സൊസൈറ്റി കാറ്റഗറിയിൽ നമ്മൾ സൈറ്റിൽ അപ്ഡേഷൻ 207 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ടോട്ടൽ അഡ്വൈസ് 202 ആയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 30/7/2025 ആണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒഴിവുകളൊക്കെ തന്നെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരവരുടെ കടമയാണ്. റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളൊക്കെ കണ്ടെത്തി അത് പല വഴികൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് തേടാവുന്നതാണ്. ഓരോ വഴിയിലും എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടായിരിക്കേണ്ടതാണ്. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ എല്ലാവർക്കും ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒഴിവുകളൊക്കെ തന്നെ ഇനിയും അപ്ഡേറ്റ് ആവാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കാതെ നിങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ കാഴ്ചവെക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ഉയർന്ന തസ്തികകളിലേക്കൊക്കെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തന്നെ ലഭിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.